സ്കൂളുകളിലെയും പരിസരത്തെയും ലഹരി ഉപയോഗം തടയാൻ കർശന നടപടിയുമായി എക്സൈസ് വകുപ്പ്. ഈ മാസം 30-ന് മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണം. ജൂൺ 1 മുതൽ മഫ്തി പട്രോളിംഗും ബൈക്ക് പട്രോളിംഗും നടത്താൻ എക്സൈസ് കമ്മീഷണർ ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ സംഘങ്ങൾ സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ കർശനമാക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചത്. ക്യാമ്പസുകളിൽ ലഹരി മരുന്ന് വിൽപ്പനയും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുകയുമാണ് എക്സൈസിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങളുമായാണ് എക്സൈസ് കമ്മീഷണർ സർക്കുലർ പുറത്തിറക്കിയത്. ഈ മാസം 30-ന് മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ അവരുടെ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്നും സ്കൂൾ പരിസരം പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാനുമാണ് നിർദ്ദേശം. ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും ഉണ്ടാകും. ജൂൺ മാസം മുഴുവൻ പെട്രോളിംഗ് എല്ലാ ദിവസവും നടത്താനും അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം പെട്രോളിംഗ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്കൂൾ പരിസരത്തെ ഇടവഴികൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, കുറ്റിക്കാടുകൾ അടക്കം നിരീക്ഷണത്തിലുണ്ടാകും. സ്കൂൾ കോമ്പൗണ്ടുകളും പരിശോധിക്കും. ശൂന്യമായ ശുചിമുറികളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും പരിശോധിച്ച് ലഹരി മാഫിയയുടെ ഇടത്താവളങ്ങൾ അല്ലെന്ന് ഉറപ്പാക്കണം. സ്കൂൾ പരിസരത്ത് സ്ഥിരമായി എത്തുന്ന യുവാക്കളെ നിരീക്ഷിക്കും. അനാവശ്യമായി എത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും എക്സൈസ് വകുപ്പ് നിർദ്ദേശിച്ചു. സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നു. എല്ലാ സ്കൂളുകളിലും ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കടകളും പരിശോധിക്കുകയും മയക്കുമരുന്ന് വിൽപ്പന കണ്ടെത്തിയാൽ അവയുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള ശുപാർശ നൽകണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.